ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെത്തോലി കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ അയല മീൻ കറിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നെത്തോലി കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 തക്കാളി എടുക്കണം. തക്കാളി ചേർത്തിട്ട് വെന്തുടഞ്ഞ് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളമോ ഇളം ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നെത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പകുതി അടച്ചു വെച്ചുകൊണ്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ മീൻ തയ്യാറാക്കിയെടുക്കാം. മീൻ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെത്തോലിക്കറിയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലരൊക്കെ മീൻ കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കും. ചുവന്നുള്ളിയും ഉലുവയൊക്കെ മൂപ്പിച്ചിട്ടൊക്കെ ചേർക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ അതൊന്നും ഇങ്ങനെ ഇതിലേക്ക് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. നമ്മുടെ ചാനലിൽ മറ്റുള്ള വീഡിയോസൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്